സിനിമാ താരങ്ങൾക്ക് രാഷ്ട്രീയ പ്രവേശനത്തിന് വളക്കൂറുള്ള മണ്ണാണ് തമിഴ്നാടിൻ്റേത്. അത്തരത്തിൽ രാഷ്ട്രീയ പ്രവേശനം നടത്തി നേട്ടമുണ്ടാക്കിയവരുടെയും അല്ലാത്തവരുടെയും ഒരു നിര തന്നെയുണ്ട് തമിഴകത്ത്. സിനിമയും തമിഴ് രാഷ്ട്രീയവും തമ്മിൽ അത്രമേൽ ബന്ധമുണ്ടെന്ന് നമുക്ക് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാം. MG രാമചന്ദ്രൻ എന്ന MGRൻ്റെയും സംവിധായകനും തിരക്കഥാകൃത്തുമായ കരുണാനിധിയുടെയും ഒക്കെ കാലം മുതലാണ് ഇത്തരത്തിലൊരു രീതിക്ക് ശക്തമായ ഒരു തുടക്കം കുറിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് രൂപം നൽകിയ എല്ലാ സിനിമാക്കാർക്കും വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുമില്ല. MGRനും ജയലളിതയ്ക്കും ശേഷം അത്തരത്തിൽ കുറച്ചെങ്കിലും ജനപിന്തുണ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് വിജയകാന്ത് രൂപീകരിച്ച ദേശീയ മുற்பോക്ക് ദ്രാവിഡ ഘടകം എന്ന പാർട്ടിക്കാണ്. ശേഷം മറ്റു പലരും പാർട്ടികൾ രൂപീകരിച്ചെങ്കിലും വിപ്ലവകരമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചിരുന്നില്ല. ആ മണ്ണിലേക്കാണ് തമിഴക വെട്രിക്കഴകവുമായി നടൻ വിജയ് എത്തുന്നത്. അതും തൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ പീക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന സമയത്ത്. വെറും 50-ാം വയസ്സിലാണ് സിനിമ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുന്നത്. കമൽഹാസൻ ഉൾപ്പെടെയുള്ളവർ അഭിനയത്തിനൊപ്പം രാഷ്ട്രീയം എന്ന ട്രാക്കിൽ നീങ്ങിയപ്പോൾ അഭിനയം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനുള്ള വിജയുടെ ധൈര്യം എന്താണ്? ശിവാജി ഗണേശനും കമൽഹാസനുമൊക്കെ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ കഴിയാത്ത സ്ഥാനത്ത് വിജയ്ക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്നതാണ് വിഷയം. ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, അതിലൂടെ മുഖ്യമന്ത്രിയാവുക എന്നൊക്കെയുള്ള വിജയുടെ ലക്ഷ്യങ്ങൾ ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല എന്ന് പല കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരാധകരോടുള്ള തൻ്റെ ഇടപെടലിൻ്റെ രീതിയിലും വേദികളിൽ സംസാരിക്കുന്ന ശൈലിയിലും വരുത്തിയ മാറ്റങ്ങൾ ഇതിൻ്റെയൊക്കെ തുടക്കമായിരുന്നുവെന്ന് മനസ്സിലാക്കാം. തൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ തമിഴ് ജനതയുടെ വിവിധ വിഷയങ്ങളിൽ വിജയ് ഇടപെടാൻ ശ്രമിച്ചിരുന്നു. 2021 നടന്ന തമിഴ്നാട് നിയമസഭാ ഇലക്ഷന് സൈക്കിളിൽ വോട്ട് ചെയ്യാനെത്തിയ വിജയ് അക്കാലത്ത് മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിരുന്നു. അന്നത്തെ ഇന്ധന വിലവർധനയിലുള്ള വിജയുടെ പ്രതിഷേധമായിരുന്നു അത് എന്നാണ് പൊതുവെ പറയപ്പെട്ടത്. തൂത്തുക്കുടിയിലെ സെറ്റിലൈറ്റ് പ്ലാന്റിനെതിരെ നടന്ന പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ പോലീസ് വെടിവയ്പിൽ മരിച്ച 13 പേരുടെയും വീടുകളിൽ വിജയ് സന്ദർശിക്കുകയും 1 ലക്ഷം രൂപ വീതം സഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. ജല്ലിക്കെട്ട് നിരോധനത്തിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ മുഖം മറച്ച് ആൾക്കൂട്ടത്തിൽ ഒരുവനായി വന്നു നിന്നു. അത്തരത്തിൽ തമിഴ് ജനതയുടെ വികാരം മനസ്സിലാക്കി ഇടപെടലുകൾ നടത്താൻ വിജയ് ശ്രമിച്ചിരുന്നു, തൻ്റെ സിനിമാ ജീവിത സമയത്ത് തന്നെ. അതുമാത്രമല്ല, അവസാന സിനിമകൾ എടുത്ത് പരിശോധിച്ചാൽ അവയിൽ പലതിലും സമൂഹത്തിലെ പല വിഷയങ്ങൾ എടുത്തു കാട്ടുന്നതായി കാണാം. സ്ഥിരം രക്ഷകൻ സിനിമകൾ എന്നൊരു സംസാരം പൊതുവെ ഉണ്ടായിട്ടും അത് തുടർന്നു പോന്നു. ഒരു നാടിൻ്റെയോ ഗ്രാമത്തിൻ്റെയോ രക്ഷകനായി മാറി കാണികളുടെ കയ്യടി നേടിക്കൊണ്ടിരുന്നു. എന്നിരുന്നാലും ഓരോ സിനിമ കഴിയുന്തോറും വിജയ് പടങ്ങൾക്കും വിജയ് എന്ന താരത്തിനും പിന്തുണ വർദ്ധിച്ചു വന്നിരുന്നു. തലൈവ എന്ന സിനിമയിലെ ടൈം ടു ലീഡ് എന്ന ടാഗ്ലൈൻ വിജയ് രാഷ്ട്രീയത്തിലേക്കോ എന്നൊരു ചർച്ച ഉയരാൻ കാരണമായി. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയെപ്പോലും അത് ചൊടിപ്പിച്ചു. ധാരാളം പ്രതിസന്ധികൾ തരണം ചെയ്ത ശേഷമാണ് ചിത്രം തമിഴ്നാട്ടിൽ പ്രദർശനത്തിനെത്തിയത്. പിന്നീട് റിലീസായ കത്തി, മെർസൽ, ബിഗിൽ, സർക്കാർ തുടങ്ങിയ ചിത്രങ്ങളിൽ രാഷ്ട്രീയം പറയുന്ന പതിവ് വിജയ് തുടർന്നു. മെർസലിൽ GST, നോട്ട് നിരോധനം തുടങ്ങിയവയെക്കുറിച്ചുള്ള ഡയലോഗുകളും അമ്പലങ്ങളല്ല ആശുപത്രിയാണ് പണിയേണ്ടത് എന്നൊക്കെയുള്ള നിലപാടുകളും BJP വിജയ്ക്കെതിരെ തിരിയാൻ കാരണമായി. പിന്നാലെ ആദായ നികുതി വകുപ്പ് വിജയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന വിജയുടെ യഥാർത്ഥ നാമം കുത്തിപ്പൊക്കി വിവാദമുണ്ടാക്കാൻ BJP അനുകൂലികൾ ശ്രമിച്ചു. കത്തി എന്ന സിനിമയിൽ കർഷകരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി. കമ്മ്യൂണിസം എന്നാൽ എന്തെന്ന സഹോദരിയുടെ ചോദ്യത്തിന് നമ്മുടെ വിശപ്പ് മാറിയ ശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ലളിതമായ ഉത്തരം നൽകിയത് കാണികളെ ഒരുപാട് ചിന്തിപ്പിച്ചു. ബിഗിൽ എന്ന സിനിമയിൽ കായിക മേഖലയിലെ കച്ചവടത്തെയും സ്ത്രീകളുടെ മുന്നേറ്റത്തിൻ്റെ പ്രാധാന്യവും എടുത്തുകാട്ടി. മറ്റൊരു കാര്യം, ബിഗിൽ എന്ന വാക്കിൻ്റെ അർത്ഥം വിസിൽ എന്നാണ്, അതായത് ഇന്നത്തെ TVK എന്ന പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം. അതുപോലെ വിജയുടെ അവസാനം റിലീസായ ഗോട്ട് എന്ന സിനിമയിൽ വിസിൽ പോഡ് എന്ന ഗാനവും ഇതുമായി കൂട്ടി നോക്കാവുന്നതാണ്. സർക്കാർ എന്ന സിനിമയിൽ വോട്ട് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം, കള്ളവോട്ടിൻ്റെ ദോഷങ്ങൾ, വോട്ട് വിലയ്ക്ക് വാങ്ങുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ എടുത്തുകാട്ടി. ആ സമയത്ത് വിജയ് ആരാധകരും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ പാർട്ടി പ്രവർത്തകരും തമ്മിൽ പലയിടത്തും വാക്കേറ്റത്തിലും പോസ്റ്ററുകളും മറ്റ് നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കും വഴിവെച്ചു. ഭൈരവ എന്ന സിനിമയിൽ വിദ്യാഭ്യാസ മേഖലയിലെ കച്ചവടവൽക്കരണം ഒരു പ്രധാന വിഷയമായിരുന്നു. അത്തരത്തിൽ പരിശോധിച്ചാൽ തന്നെ ഒരു നേതാവായി ജനങ്ങൾക്ക് അനുഭവപ്പെടണം എന്ന ലക്ഷ്യത്തോടെ വിജയ് തൻ്റെ സിനിമകളെ വർഷങ്ങളായി ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. അതായത് രാഷ്ട്രീയം എന്ന ലക്ഷ്യം വിജയ് നേരത്തെ ഉറപ്പിച്ചിരുന്നു.
തൻ്റെ സിനിമകൾക്കും നിലപാടുകൾക്കുമെതിരെ ഉണ്ടായ എതിർപ്പുകളും പ്രശ്നങ്ങളുമെല്ലാം വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായി കിട്ടിയ ഫ്രീ പ്രൊമോഷൻസ് ആണെന്ന് പറയാം. പക്ഷേ ഇത്രയും മതിയോ സ്റ്റാലിൻ എന്ന വർഷങ്ങളുടെ രാഷ്ട്രീയ അനുഭവങ്ങളുള്ള എതിരാളിയെ മറികടക്കാൻ? തമിഴ്നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഒന്നിച്ചു ചേർത്ത മഹാസഖ്യമാണ് DMKയുടെയും സ്റ്റാലിൻ്റെയും സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ് എന്നത്. ഇന്ത്യ സഖ്യം വിജയകരമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട്. അതായത് കേരളത്തിൽ ഉൾപ്പെടെ പരസ്പരം മത്സരിക്കുന്ന പാർട്ടികളെ സ്റ്റാലിൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, CPI, CPIM, മുസ്ലിം ലീഗ്, SDPI, കമൽഹാസന്റെ മക്കൾ നീതി മയ്യം, വിജയകാന്തിന്റെ ദേശീയ മുற்பോക്ക് ദ്രാവിഡ കഴകം തുടങ്ങി തമിഴ്നാട്ടിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള പാർട്ടികളുടെ കൂട്ടമാണ് സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ് എന്നത്. വിജയ് പോകുന്നിടത്തെല്ലാം ഉണ്ടാകുന്ന ജനക്കൂട്ടം വോട്ടായി മാറുമോ എന്ന് കാത്തിരുന്ന് കാണണം. വിജയ് തൻ്റെ മാസ്റ്റർ പ്ലാൻ പ്രകാരം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ ധാരാളം തിരിച്ചടികളും ഉണ്ടായി. കരൂരിൽ നടന്ന 41 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവം അതിൽ പ്രധാനമാണ്. പിന്നെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചെറിയ രീതിയിൽ കോട്ടമുണ്ടാക്കി. തമിഴ്നാട്ടിലെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി വോട്ടെണ്ണലാണ്. സർവേകൾ പ്രകാരം സ്റ്റാലിൻ സർക്കാരിൻ്റെ ഭരണ തുടർച്ചയാണ് കാണുന്നത്. രണ്ടാമത്തെ വലിയ കക്ഷിയായി വരാനെങ്കിലും TVKയ്ക്ക് കഴിഞ്ഞാൽ ഒരു പുതിയ പാർട്ടി എന്ന നിലയിൽ അതൊരു വിപ്ലവമായി കണക്കാക്കാം. മറ്റെന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം.